വല്ലാത്ത ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. നമ്മൾ ഇങ്ങനെ ഒരു അവസരത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ സങ്കടകരമാണ്. കുറേ ദിവസമായല്ലോ ഇങ്ങനെ അപകടങ്ങളുടെ എണ്ണം, മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങളുടെ കണ്ണീർ, സങ്കടമൊക്കെ നമ്മളിങ്ങനെ പ്രധാന വാർത്തയിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നു. ഈ അപകടങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ അങ്ങ് എങ്ങനെയാണ്, പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ആൾ എന്ന നിലയിൽ ഇപ്പോഴത്തെ ഈ സ്ഥിതി സാഹചര്യത്തെ എങ്ങനെയാണ് അങ്ങ് മനസ്സിലാക്കുന്നത്? പ്രധാനമായും നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. ഒരു അപകടത്തിലൊരു മരണം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അനേകം കുടുംബങ്ങളുടെ ഒരു മാറിമറിയലിൻ്റെ ഒരു അവസ്ഥയിലുണ്ടാകും. വളരെ മോശമായ അവസ്ഥയിലേക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറാനിടയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് കഴിയുന്നതും ഈ മരണങ്ങൾ, റോഡ് അപകടങ്ങൾ മരണങ്ങൾ കുറഞ്ഞു വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മുടെ നേരെ വരുമ്പോൾ മാത്രമാണ് നമ്മുടേതെന്ന് ചിന്തിക്കുന്നത്. ഇതെല്ലാവരും ഇത്രയും സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അറിയുമ്പോൾ ഇതിനൊരു പരിഹാരം കാണണമെന്ന് എല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരും റോഡ് ഉപയോഗിക്കുമ്പോൾ, വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല, നടന്നു പോകുന്നവരടക്കം, റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും, അത് കച്ചവടത്തിന് വേണ്ടി ഇറക്കി വയ്ക്കുന്നവരടക്കം ഒന്ന് ശ്രദ്ധിക്കുക. റോഡ് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ, ഞാനൊരു ശ്രദ്ധാലുവായിരിക്കും, ഞാനൊരു അപകടം ഒഴിവാക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് നമ്മൾ നീങ്ങുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇത്രയും വലിയ റോഡ്, ഇപ്പോൾ റോഡിനെക്കുറിച്ച് തന്നെ താങ്കൾ പറഞ്ഞു, വളരെ നല്ല റോഡാണ്. ഈ റോഡ് 1999 സ്ഥലം ഏറ്റെടുത്തിട്ടതാണ്. അതിനുശേഷം ലോകബാങ്ക് ഈ റോഡ് ഉപേക്ഷിക്കപ്പെടുകയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശ്രീ ജി സുധാകരൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ വളരെയധികം സമ്മർദ്ദം, ഞാനാണ് അതിന് മുൻകൈ എടുത്തത്, ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ഈ റോഡ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും അത് പത്തനാപുരത്തു നിന്നാണ് ഈ റോഡിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം പോലും നടത്തുന്നത്. അപ്പോൾ അത്രത്തോളം കഷ്ടപ്പെട്ട് അന്ന് വലിയ സമ്മർദ്ദം നടത്തി, അത് മന്ത്രിയുടെ വലിയ ശക്തമായ ഇടപെടൽ, മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ നടത്തിയിട്ട് ഒടുവിൽ വേൾഡ് ബാങ്ക് തിരിച്ചു വന്ന് നിർമ്മിച്ച ഒരു റോഡാണ്. ഈ റോഡിലെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ പറയുന്ന പോലെ അപകട സ്പോട്ടുകളൊന്നുമില്ല, പക്ഷെ വളരെ വീതി കൂടിയതും എന്നാൽ വളരെ ദീർഘമായി സ്ട്രൈറ്റ് പോകുന്നതുമായ ഭാഗങ്ങളുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഡ്രൈവർമാർ വളരെ റിലാക്സ്ഡ് ആവുകയും പിന്നെ നല്ല രീതിയിൽ ഡ്രൈവിങ്ങിന് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സ്വയം വിചാരിക്കുന്നവർ അതിന് വളരെയധികം വേഗത്തിൽ, നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം വേഗത്തിൽ വണ്ടി ഓടിക്കാൻ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം അവർ സ്വന്തമായി അങ്ങ് തീരുമാനിക്കുകയാണ്, എനിക്കെല്ലാം അറിയാം, എൻ്റെ കൺട്രോളിലാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി നമ്മുടെ കൺട്രോളിലാണോ എന്ന് ചിന്തിക്കുക. പെട്ടെന്ന് ഒരാളെടുത്ത് ചാടി, അല്ലെങ്കിൽ ഒരു പൂച്ച എടുത്ത് ചാടി, നായി എടുത്ത് ചാടുക, പെട്ടെന്നൊന്ന് ചവിട്ടിയാൽ നമുക്ക് നല്ല നിലയിൽ നിർത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കാതെ വണ്ടി ഓടിക്കരുത്. കാരണം ആരില്ലെങ്കിലും മൃഗങ്ങൾക്ക് ചാടാമല്ലോ, അവർക്ക് പ്രത്യേകിച്ച്. പിന്നെ ഫ്രണ്ടിൽ പോകുന്ന ഒരു വാഹനം പെട്ടെന്ന് തിരിഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ആ വാഹനത്തിൻ്റെ മുമ്പിൽ എന്തെങ്കിലും ഇതുപോലെ പൂച്ചയോ പട്ടിയോ വല്ലതും പെട്ടാൽ പെട്ടെന്ന് വണ്ടി സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ചിന്തയില്ലാതെയാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. നമ്മളെ കാര്യം മാത്രമേ ഉള്ളൂ. ഞാൻ വളരെ നല്ല റോഡ് കണ്ടു, ഞാൻ വളരെ വേഗത്തിൽ പോയി. ഉദാഹരണത്തിന് ഞാൻ പറയാം, പുനലൂരിൽ നിന്ന് പത്തനാപുരത്ത് എത്താൻ മിനിമം 45 മിനിറ്റ് എടുക്കുമായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയും. ഈ റോഡ് നന്നാക്കിയതിന് ശേഷം 20 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ആ വ്യത്യാസം അത് നോർമൽ സ്പീഡിൽ വന്നാൽ പോലും ഈ പറഞ്ഞ വ്യത്യാസം 45 മിനിറ്റിൽ നിന്ന് 20 മിനിറ്റിലേക്കുള്ള വ്യത്യാസമുണ്ട്. ഓവർ സ്പീഡിലൊന്നും വരണ്ട, ഓവർ സ്പീഡിൽ നിന്ന് അതിനേക്കാളും പെട്ടെന്ന് വരാം. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കാൻ ആദ്യം ശ്രമിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. റോഡ് ഉപയോഗിക്കുന്നവരെല്ലാവരും അപകടം ഒഴിവാക്കാനുള്ള നടപടികൾ സ്വയം സ്വീകരിക്കാൻ തയ്യാറാവാതെ ഒരു ഗവൺമെൻറ്റിനും നമുക്ക് തീർച്ചയായും മിനിസ്റ്റർ, ഇന്നത്തെ ഈ ഒരു അപകടം നമ്മൾ നോക്കൂ, പലപ്പോഴും രാത്രികാല യാത്രകൾ ആൾക്കാർ തിരഞ്ഞെടുക്കുന്നത് തന്നെ സമയം ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇന്ന് സംഭവിച്ച ഒരു അപകടം, പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അനുവിൻ്റെ പിതാവ് ഉറങ്ങിപ്പോയതാണ് കാരണമെന്ന് ആണ് പ്രാഥമിക നിഗമനം. അത് തന്നെയാണോ കാരണം, അതോ മറ്റെന്തെങ്കിലും കാരണം, റോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുള്ളതായി താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നും ഉണ്ടായിട്ട് അറിഞ്ഞിട്ടില്ല. ഇത് അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാണ്. കാരണം ആ വണ്ടിയുടെ വാഹനം നിങ്ങൾക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട്, മാധ്യമങ്ങൾക്ക് തന്നെ CCTV ദൃശ്യങ്ങളിൽ. വണ്ടി നല്ല സ്പീഡിൽ പോവുകയായിരുന്നു. പക്ഷേ ഉറക്കം വന്നതിന് ശേഷം വണ്ടി വേഗത കൂടിയിരുന്ന് അദ്ദേഹത്തെ ഒരു നിമിഷം മതി, യാത്ര ചെയ്യുന്ന ഒരാളിന് ഒരു നിമിഷം ഉറങ്ങിയാൽ വണ്ടിയുടെ കൺട്രോൾ വളരെ വേഗത്തിൽ പോകും. കാരണം ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് വണ്ടി തിരിഞ്ഞു കഴിഞ്ഞാൽ പോയി ഹിറ്റ് ചെയ്യുന്ന ഭയങ്കര സ്പീഡിലായിരിക്കും. അപ്പം ഞാൻ ഉറങ്ങിയില്ല, എനിക്ക് ഉറക്കം വരില്ല എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും. പക്ഷേ ഒരു സെക്കൻഡ് ഒരു കണ്ണടയുന്ന ആ സമയം കൊണ്ട് വലിയൊരു അപകടത്തിലേക്ക് പോയി. ഇതങ്ങനെ സംഭവിച്ചു എന്നാണ്. കാരണം പ്രത്യേകിച്ച് ഈ റോഡിൽ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ട് ഈ ഓവർ സ്പീഡ് കൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഫ്രണ്ടിലൊരു സ്കൂട്ടർ പോകും. ഈ സ്കൂട്ടർ ആരോടും ചോദിക്കാതെ, ആരോടും ആലോചിക്കാതെ, സിഗ്നലൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് അവരൊന്ന് തിരിഞ്ഞ് പുറകിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാതെ, അവരെ മുമ്പിൽ മിററിനെ ഒന്നും ശ്രദ്ധിക്കാതെ ടക്കെന്ന് വലത്തോട് തിരിയും. ആ തിരിയോടുകൂടി ബാക്കിൽ വരുന്ന ആൾ ഒന്നുകിൽ അതിനെ ഇടിക്കേണ്ടി വരും, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ കൺട്രോൾ പോവും. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നല്ല റോഡുകൾ വരുമ്പോൾ അപകടം ഉണ്ടാകും. പക്ഷേ നല്ല റോഡുകൾ ഉണ്ടാക്കാതിരിക്കാൻ പറ്റും. നാട്ടുകാരെന്നെ പറയും റോഡ് മുഴുവൻ കുഴിയാണ്,
റോഡില്ല, പൊതുമരാമത്ത് വകുപ്പിനെ കുറ്റം പറയും. അത് പറഞ്ഞല്ല, നല്ല റോഡുണ്ടാകുമ്പോൾ അപകടം ഉണ്ടാകും. അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെ. പിന്നെ ചിലർ പറയും എല്ലാ ജംഗ്ഷനിലും ഹമ്പ് വെച്ചേക്കാൻ പറയും. അത് നടക്കുന്നില്ല. അത് അതിനേക്കാളും വലിയ അപകടമാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിലുള്ള അപകടങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇത്തരം റോഡുകളിൽ ഹമ്പ് വയ്ക്കാൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശമാണ്. ഈ ഹമ്പ് വയ്ക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഇതുപോലെ അറിയാത്ത ഒരാൾ അതുവഴിയാണ് പുതിയതായിട്ട് ഒരാളെ റോഡിൽ കൂടെ വരുന്നു. അദ്ദേഹം ഈ ഒരു ഹമ്പ് ചിലപ്പം അവരെ അപകടത്തിലേക്ക് ചാടിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് പ്രധാനപ്പെട്ട ഇത്തരം റോഡുകളിൽ ഹമ്പ് വയ്ക്കാൻ പാടില്ല. പിന്നെ ചിലർ പറയും ഡിവൈഡർ എടുത്ത് വഴി വയ്ക്കുക. ഇതെല്ലാം അപകടമാണ്. അതെല്ലാം പക്ഷെ നമുക്ക് സ്വയം ഒരു ഡ്രൈവിംഗ് ഡിസിപ്ലിൻ അല്ലാതെ ഇതിന് അടിസ്ഥാനപരമായി ഒരു മോചനമില്ല. ഇതിനെ സ്വയമായി എല്ലാവരും അത് തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. അതിനൊപ്പം തന്നെ ഈ റോഡ് സേഫ്റ്റി മെഷേഴ്സും വളരെ പ്രധാനമല്ലേ? റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പലവിധ അഭിപ്രായങ്ങൾ അങ്ങ് പറഞ്ഞ പോലെ ഹമ്പ് വയ്ക്കാൻ പല ആളുകൾ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ വേഗം കുറയിലെ സ്പീഡ് ബ്രേക്കറുകൾ പണ്ടുണ്ടായിരുന്ന സ്പീഡ് ബ്രേക്കറുകൾ വയ്ക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം. പക്ഷേ അതൊക്കെ ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ അപകടം ഉണ്ടാക്കുന്നതാണ് എന്താണ് കോടതിയുടെ ഉൾപ്പെടെ നിഗമനമെന്ന് അങ്ങ് പറയുകയും ചെയ്തു. പക്ഷേ എങ്കിലും ഇങ്ങനെ അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട പുതിയ മെഷേഴ്സ് എന്തെങ്കിലും ആലോചിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ളത് അത് കൂടുതൽ ഏർപ്പെടുത്തേണ്ടി വരുമോ? അങ്ങനെ ആ ദിശയിൽ എന്തെങ്കിലും ആലോചനകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? നമ്മൾ ഇതിനെ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ കുറേ കൂടി ഉടനെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒഫൻസുകൾ പിടിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഫൈൻ ഏർപ്പെടുത്തുക എന്നുള്ളത്. കഴിയുന്നതും ഇപ്പോൾ മാക്സിമം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഫൈനുകൾ ഏർപ്പെടുത്തേണ്ട സ്ഥിതിയുണ്ട്. കാരണം ചില ആളുകൾ ഇത് വല്ലാതെ മിസ്യൂസ് ചെയ്യുകയാണ്. ഈ ഓവർ സ്പീഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ ഉള്ള സ്ഥലം അറിയാം. അവിടെ വരുമ്പോൾ അങ്ങ് ചവിട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് സ്പീഡിൽ ഓടിക്കും. അതുകൊണ്ട് ഇനി ഞങ്ങൾ ആലോചിക്കുന്നത് ഈ മൂവ് ചെയ്യുന്ന കൊണ്ടു നടക്കാവുന്ന കഴിയുന്ന ഹാൻഡ് ഹെൽഡായിട്ടുള്ള ക്യാമറകൾ പല സ്ഥലത്തായിട്ട് കൊണ്ടു നടന്നിട്ട് വിചാരിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ ഓവർ സ്പീഡ് വരുന്നവരുടെ നിന്ന് ഫൈൻ അടിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം ആലോചിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈൻ ട്രാഫിക് ലിങ്ക് നാഷണൽ ഹൈവേയിൽ തന്നെ പാലക്കാടേക്ക് നമ്മൾ തൃശ്ശൂർ എറണാകുളം പാലക്കാട് റൂട്ടിൽ പോയി കഴിഞ്ഞാൽ ഇടതുവശം ലോറികളെല്ലാം വലതുവശം ചേർന്നേ പോകുള്ളൂ. ഒരു രാജ്യത്തും ലോറികളെ വലതുവശം ഈ ഹെവി വെഹിക്കിൾസിൻ്റെ വലതുവശം ചേർന്ന് പോകാൻ സമ്മതിച്ചിട്ടില്ല. ഓവർടേക്കിങ്ങിന് വേണ്ടി അവർക്ക് വേണമെങ്കിൽ ഒരു റൗണ്ട് കയറാം എന്നുള്ളതല്ലാതെ ഈ റൈറ്റ് ട്രാക്ക് ഫ്രീ ആയിട്ടിടണം ഫാസ്റ്റ് മൂവിങ് വെഹിക്കിളിന് വേണ്ടിയിട്ട്. ഇത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ഒരു സ്ഥലത്തും ലൈൻ ട്രാഫിക് അനുസരിക്കുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന KSTP റോഡിൽ പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലായാലും കോട്ടയത്ത് നിന്ന് വരുന്ന MC റോഡിൽ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് വരുന്ന MC റോഡിലായാലും എല്ലാ റോഡുകളും ഇപ്പോൾ KSTP വേണ്ടത് വളരെ നല്ല റോഡുകൾ കേരളത്തിലുണ്ട്. ഒറ്റപ്പാലം, പാലക്കാട്, ഈ റോഡുകളെല്ലാം ആരും ലൈൻ പാലിക്കില്ല. നടുവിലത്തെ ലൈനിലൂടെയാണ് പലരും റൈറ്റ് സൈഡിലെ വീൽ അതിൽ പിടിപ്പിക്കാൻ. ഈ ലൈൻ ക്രോസ് ചെയ്ത് കയറി വരുന്ന സ്വഭാവമാണ്. കീപ് ലെഫ്റ്റാണ് ഏറ്റവും ഇടതുവശം ചേർന്ന് പോവുക എന്നുള്ളത് ഭൂരിപക്ഷം വാഹനങ്ങളും ലംഘിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളൊരു അങ്ങ് പറഞ്ഞ പോയിന്റിലേക്ക് തന്നെയാണ്. അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇടയ്ക്ക് മാതൃഭൂമി ന്യൂസ് വിശദമായി തന്നെ ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ഒരു വാർത്താ പരമ്പരയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും ഇതിനെക്കുറിച്ചൊരു പ്രാഥമികമായ ധാരണ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആ വാർത്താ പരമ്പര കണ്ടപ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ലൈൻ ട്രാഫിക് എന്ന് പറയുന്നത് അത്രത്തോളം ശാസ്ത്രീയമായ ഒന്നാണ് എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് നമുക്ക് ബൈപ്പാസ് ഇപ്പോൾ അവിടെ വലിയ തിരക്കാണ്. പക്ഷേ ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി റോഡൊക്കെ വലിയ നിലയിൽ മേൽപ്പാലകൾ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അവിടെയൊക്കെ വാഹനങ്ങൾ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ പലപ്പോഴും പേടിച്ചു പോവുകയാണ്. വലിയ വാഹനങ്ങൾ വലതുവശത്തോട് പോകുന്നു, ചെറിയ വാഹനങ്ങൾ പോകേണ്ട ലൈനിലൂടെ പോകുന്നു. ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടൊക്കെ വേണ്ടത്ര അവബോധം അത് ആളുകൾക്കില്ലാതെ പോകുന്നുണ്ട്. അക്കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധ വേണ്ടി വരില്ല. ഒരുപക്ഷെ ഡിസ്പ്ലേ ബോർഡുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിന്റുകൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഘുലേഖകൾ നൽകൽ. അങ്ങ് രാവിലെ പറയുന്നുണ്ടായിരുന്നു ചെറിയ വീഡിയോ സന്ദേശം പോലും ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്യണം, മാധ്യമങ്ങൾ ഉൾപ്പെടെ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഈ ലൈൻ ട്രാഫിക്കുമായി ബന്ധപ്പെട്ടുമൊക്കെ കൂടുതൽ പ്രചാരണമൊക്കെ വേണ്ടി വരില്ലേ ഇങ്ങനെ ഈ അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ? വേണ്ടി വരും തീർച്ചയായിട്ടും. അത്തരത്തിൽ ലഘുലേഖകൾ എങ്ങനെയാണ് ഒരു വണ്ടി പാലിക്കേണ്ടത്? ഇത് നമ്മൾ പാലക്കാട് നിന്ന് തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഈ പെറ്റീഷൻസ് കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു മുൻകൈ എടുത്തിരുന്നു. ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയാവുന്നതിന് മുമ്പ് തന്നെ പെറ്റീഷൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കുകയും വളരെ കർശനമായ ബോർഡുകൾ, ഇതൊക്കെ ഓരോ ഏജൻസികളോട് നമ്മൾ ബോർഡ് വയ്ക്കാൻ ലൈൻ ട്രാഫിക് പാലിക്കണം എന്നുള്ള ബോർഡ് ഹൈവേയിൽ കൊണ്ടുവയ്ക്കാൻ ചെല്ലുമ്പോൾ അവർ അതിനെ എതിർക്കുകയാണ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിൽ ഇതില്ല. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് പറയുന്നത്. കാരണം 500 രൂപ ഫൈൻ അടിക്കും എന്ന് ബോർഡ് വയ്ക്കും, അല്ലെങ്കിൽ 1000 രൂപ ഫൈൻ അടിക്കും, ബോർഡ് വയ്ക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഒടുവിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യും. നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കും എന്ന് ഭയപ്പെടുത്തിയിട്ടാണ് ഞാൻ ആ ബോർഡ് വയ്ക്കാൻ അനുവാദം വാങ്ങിച്ചത്. ഇത് നമ്മുടെ രാജ്യമാണ്. സംസ്ഥാന കേരളത്തിലെ ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യത്ത് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റോഡാണ്, ഈ റോഡിൽ നിങ്ങൾ ലൈൻ ട്രാഫിക് പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഫൈൻ അടിക്കുമെന്നുള്ള MVDയുടെ ബോർഡുകൾ വയ്ക്കുന്നതിന് അനുവദിക്കില്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു.
ഒടുവിൽ ഇവരെ നിയമസഭാ കമ്മിറ്റിയിലേക്ക് വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞു, നിങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ കമ്മിറ്റി നിർദ്ദേശിക്കുന്നു, നിയമസഭയുടെ കമ്മിറ്റി നിർദ്ദേശം നിങ്ങൾ അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വയ്ക്കും സ്പീക്കറുടെ അനുവാദത്തോടു കൂടിയെന്ന് അവരെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ആ ബോർഡ് വയ്ക്കാൻ സമ്മതിച്ചത്. ഞാൻ മിനിസ്റ്ററായി വന്നതിന് ശേഷവും എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള കുരുക്കഴിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴും ബോർഡുകളൊന്നും വയ്ക്കാൻ സമ്മതിക്കില്ല, ഡിവൈഡർ വയ്ക്കാൻ സമ്മതിക്കില്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞു സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങളെല്ലാം പിടിച്ചകത്തിടും എന്ന്. ഇത്തരം ഭീഷണിപ്പെടുത്തിയിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട ഒരു ഗതികേടാണ് പല കാര്യങ്ങളിലും. നമുക്ക് അപകടം വളരെ കുറഞ്ഞു. കാരണം എറണാകുളം, ആലുവ, ഇടപ്പള്ളി ഇവിടെ എല്ലാം അപകടങ്ങൾ കുറഞ്ഞു, കുരുക്കഴിയുകയും ചെയ്തു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രൈവിങ്ങിൽ പോലും താങ്കൾ ചോദിച്ചല്ലോ, നമ്മൾ ശരിയാണ് മിനിസ്റ്റർ, ആ സിഗ്നൽ ബോർഡുകൾ വെക്കാൻ അവർ അനുവാദം തരില്ലെന്ന് പറഞ്ഞത്, പറ്റൂല എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് മാത്രമല്ല ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ തന്നെ ഒരു അവബോധം വേണം. അല്ലെ, അക്കാര്യത്തിലൊക്കെ കുറെ കൂടെ ശ്രദ്ധ വേണമെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള പ്രായോഗികമായ തടസ്സമുണ്ട്, അത് പരിഹരിച്ചല്ലേ മതിയാവൂ. ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കഥ പറയുകയാണെങ്കിൽ ഈ പുതിയ റോഡ് ഡെവലപ്മെന്റിന് ശേഷം അവിടെയെങ്കിലും ഈ ലൈൻ ട്രാഫിക്കിനെ കുറിച്ച് ഒരു സിഗ്നലോ ഒന്നും ഒരു തരത്തിലും ഒരു ബോർഡോ ഒന്നുമില്ല. ഇപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും അറിയില്ല എങ്ങനെയാണ് 4 വരി പാതയിൽ വാഹനം ഓടിക്കേണ്ടത്. അതിപ്പോൾ എങ്ങനെ നമുക്കിനി പഠിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ചോദ്യം. അങ്ങ് അതിലേക്കാണ് വന്നതെന്ന് തോന്നുന്നു. ഇപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ അത്തരത്തിൽ ആ നിലയിൽ കുറെ കൂടി പരിശീലനം, അത്തരം ഒരു ഫോക്കസ് കൂടി ഉണ്ടാകേണ്ടതില്ലേ? അത് ഇടപെടാൻ എങ്ങനെ നമുക്ക് കഴിയും? അത് വേണം, തീർച്ചയായിട്ടും വേണം. ഡ്രൈവിംഗ് സ്കൂളുകളിലേക്ക് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യും, ഒരു സംശയം വേണ്ട. ഡ്രൈവിംഗ് സ്കൂളുകളിലുള്ള നിലപാടിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നമ്മൾ കർശനമായ ഡ്രൈവിംഗ് ലൈസൻസ്, ഇപ്പോൾ KSRTC തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂളിൽ ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. KSRTC തുടങ്ങിയ ഡ്രൈവിംഗ് സ്കൂൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞ് മറ്റ് 13 സ്ഥലങ്ങളിൽ ഒരു മാസം അടിയന്തരമായി ആരംഭിക്കും. അവിടെ വണ്ടികളെല്ലാം വാങ്ങാനുള്ള നടപടികളായിട്ടുണ്ട്. അപ്പോൾ അത് വരുന്നതോടുകൂടി അവിടെ നമ്മളിത് അവബോധം ഉണ്ടാക്കുന്നുണ്ട്. അതുകൂടാതെ KSRTC തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലൊരു പദ്ധതി, അതായത് എല്ലാ ജില്ലയിലും 1 എന്ന നിലയിൽ ഒരു ഡ്രൈവിംഗ് അറിയാവുന്ന ആളുകളെ ഒന്നുകൂടി ഇത്തരം കാര്യങ്ങൾ, കാലാനുസൃതമായ മാറ്റങ്ങൾ, അവർക്ക് കാലാനുസൃതമായ നിയമങ്ങളെല്ലാം പാലിക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാനായിട്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ഞങ്ങൾ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ, നിലവിൽ ലൈസൻസ് ഉള്ള ആളുകൾ, അതിപ്പോൾ പുതുക്കേണ്ടതിന് ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധി വലിയ ദൂരത്തുള്ള സമയപരിധിയാണ്. ഒരു 2-3 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു ദിവസത്തെ ഒരു ക്ലാസ്, അവയർനെസ് ക്ലാസ് എന്ന പെറ്റിയടിക്കുമ്പോഴാണ് ഒരു ക്ലാസ്സിൽ കൊണ്ടിരുത്തുക. അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നത്, അങ്ങനെ നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ? പ്രായോഗികമായി അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ? ഇല്ല, അത്തരത്തിൽ തുടങ്ങാൻ വേണ്ടി തിരുവനന്തപുരത്ത് ഒരു റീജിയണൽ സെൻറ്ററും മറ്റുള്ള സ്ഥലങ്ങളിൽ എല്ലാ ജില്ലകളിലും ഓരോ സെൻറ്ററും തുടങ്ങുന്നതിന് വേണ്ടി ഓരോ ജില്ലയിൽ ഓരോ കോടി രൂപ വീതം വെച്ച് തരാനുള്ളൊരു പ്രപ്പോസൽ KSRTC വഴി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് ഉടൻ ലഭിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നൽകാമെന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഗഡ്കരി മിനിസ്റ്റർ പറഞ്ഞു. അദ്ദേഹത്തെ ഞാൻ സംസാരിച്ചിരുന്നു, കഴിഞ്ഞ ദിവസം നേരിൽ കണ്ടിരുന്നു. അപ്പോൾ അത് ട്രെയിനിങ്ങിനുള്ള സൗകര്യം, അതായത് ഡ്രൈവിംഗ് ട്രെയിനിങ് മെച്ചപ്പെടുത്തുക. കേരളത്തിൽ വളരെ സ്ട്രിക്റ്റാണ്, മറ്റ് സംസ്ഥാനങ്ങൾ പോലെയല്ല. 50% ലൈസൻസ് മാത്രമേ വിജയിക്കുന്നില്ല. 100 പേര് എഴുതിയാൽ 50 പേര്, അല്ലെങ്കിൽ 300 പേർക്ക് എഴുതാനുള്ള സംവിധാനമില്ല. 40 പേര് എഴുതുമ്പോൾ 20 പേര് മാത്രമാണ് ഒരു ടെസ്റ്റിൽ ഒരു ദിവസം വിജയിക്കുന്നത്. നമ്മളൊരു ശരാശരി കണക്ക് 50 മുതൽ 52% വരെയാണ്. അത് വളരെ നല്ല കാര്യമാണ്, കാരണം ഇതിലൊരു നിർബന്ധമുണ്ടാവുകയാണ്. ഇനിയിപ്പോൾ ഒരു ആപ്പ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഈ ലൈൻ ട്രാഫിക്ക് വന്നപ്പോൾ നമുക്ക് തന്നെ ഒരു അവയർനെസ് ഇല്ലായിരുന്നു. ഞാൻ തന്നെ ഗൾഫിൽ പോയിട്ട് ഒരു ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ലൈൻ ട്രാഫിക്കിനെ വേണ്ടി ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്ക് പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് ഒരു പുതിയ ആപ്പ് കൊണ്ടുവരികയാണ്. ലേണേഴ്സ് ലൈസൻസിനുള്ള ഒരു മോക്ക് ആപ്പ് എന്നുള്ള നിലയിലാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ വളരെ വൈഡായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പറഞ്ഞ ലൈൻ ട്രാഫിക് അടക്കമുള്ള എല്ലാ വിഷയങ്ങളിലെയും സംശയങ്ങൾ തീർക്കുന്ന ഒരു ടെസ്റ്റാണ്. ഒരു ഗെയിം പോലെയാണ് പോകുന്നത്. ഒരു ഗെയിമാണ് ഈ ആപ്പിൻ്റെ ഗെയിം എന്ന് പറയുന്നത്. ഞാനിത് ഗൾഫ് രാജ്യങ്ങളിൽ ഈ മോക്കായിട്ടുള്ള ആദ്യത്തെ ലൈസൻസിൻ്റെ ഒരു ടെസ്റ്റ് നടത്തുന്ന ഒരു ആപ്പ് കണ്ടു. അപ്പോൾ ഈ ആപ്പ് കണ്ടപ്പോൾ ഇതിനെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു പുതിയ ആപ്പ് നിർമ്മിക്കാൻ ഞാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനോട് ആവശ്യപ്പെടുകയും അവർ സ്റ്റാർട്ടപ്പുകൾ വഴി ഇത്തരത്തിൽ പുതിയ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ആപ്പ് അതിമനോഹരമാണ്. കാരണം വെച്ചാൽ ഒരു 30 മുതൽ 38, 40 വരെയുള്ള ലെവൽസ് ഉണ്ട്. ഈ ലെവൽസ് നമ്മൾ ക്രോസ് ചെയ്യണം. ഒരു ഗെയിം പോലെയാണ്. ആ ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം പറയും, അത് പാസ്സായി കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകും. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 40 ലെവലും പാസ്സായാൽ നമ്മൾ ഈ ഒരുവിധം ഇൻ്റർനാഷണലി ലൈസൻസിനും ഡ്രൈവിങ്ങിനും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അതിൽ കവർ ചെയ്യും. വണ്ടിയുടെ മെക്കാനിസം വരെയുണ്ട്. ക്ലച്ച് ഏതാണ്, ബ്രേക്ക് ഏതാണ്, ആക്സിലറേറ്റർ ഏതാണ്, ഇങ്ങനെ തുടങ്ങും. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്നതിന് സമാന്തരമായി ഇപ്പോൾ നല്ല ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാൾക്കും ഈ ഗെയിം കളിക്കാം. പിന്നെ ലേണേഴ്സ് ഡ്രൈവിംഗ് സ്കൂളിലെ ഇൻസ്ട്രക്ടർമാർക്ക് ഒരു പരീക്ഷ ഇതിനകത്ത് വരും. ആ പരീക്ഷ എഴുതണമെങ്കിൽ അവർക്കൊരു OTP കിട്ടും. അതനുസരിച്ച് പരീക്ഷ എഴുതി ഇനിയുള്ള കാലത്ത് ഈ ഇൻസ്ട്രക്ടർമാർ അവരുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഒന്നുമല്ല പ്രശ്നം. ഇത് പാസ്സാകാതെ മുന്നോട്ട് ഇനി ഇൻസ്ട്രക്ടർ ആകാൻ പറ്റാത്ത നിലയിലേക്ക് നമ്മളിത് കൊണ്ടുവരും.
കേരള ഗവൺമെൻറ്റിൻ്റെതായിട്ടാണ്. കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ആപ്പാണ് വരുന്നത്. 5-6 ഭാഷകളിലാണ് ഈ ആപ്പ് വരാൻ പോകുന്നത്. തെലുങ്ക്, കന്നഡ അടക്കം 6 ഭാഷകളിൽ ഈ ആപ്പ് നമ്മൾ കൊണ്ടുവരും. ശരി, ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി CK അഭിലാൽ ഇപ്പോൾ ഉണ്ട്. അഭിലാലിന് മിനിസ്റ്ററുമായി സംസാരിക്കണം. കാരണം ആ സ്പോട്ടിൽ പോയി അവിടുത്തെ വിവരങ്ങളൊക്കെ രാവിലെ മുതൽ, സങ്കടകരമായ ഒരു അന്തരീക്ഷമാണ് അവിടുത്തെ, രാവിലെ മുതൽ ആ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കുന്ന അഭിലാലാണ്. അഭിലാൽ നാടാണ്, എനിക്കറിയാവുന്ന സ്ഥലമാണ്. അതെ അതെ, അഭിലാൽ കേൾക്കാമോ? മിനിസ്റ്ററുണ്ട്, ചോദിക്കാം. മിസ്റ്റർ നമസ്കാരം. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ ഏറ്റവും അവസാനം നിർമ്മാണ പ്രവർത്തനം പൂർത്തിയായ റീച്ച് എന്ന കോന്നിയാണ്. ഈ മേഖലയിൽ സമീപകാലത്ത് 2.5 മാസക്കാലയളവിനിടയിൽ 20-ലധികം അപകടങ്ങൾ ഉണ്ടാകുന്നു. 6 പേർക്ക് ജീവഹാനി സംഭവിക്കുന്നു. ഒപ്പം തന്നെ 30-ലധികം ആളുകൾ പരിക്കേറ്റവരായുണ്ട്. മറ്റ് മേഖലയിൽ നിന്ന് വ്യത്യസ്തമായി ഈ പ്രദേശത്ത് മാത്രം ഇത്രത്തോളം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നതിന് ഒരു പ്രത്യേക കാരണം തന്നെ സംശയിക്കാവുന്നതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? അതിനാൽ മെയിനായിട്ട് ഈ റോഡ് നന്നായി എന്നുള്ളതാണ്. റോഡ് നന്നാകുമ്പോൾ വാഹനങ്ങൾ വല്ലാതെ സ്പീഡ് കൂട്ടുകയും അശ്രദ്ധമായി ഓടിക്കുകയും ചെയ്യണം. പല വാഹനങ്ങളും വളരെ സ്പീഡിൽ വരികയും റോഡിൻ്റെ റൈറ്റിലേക്ക് കയറി വരികയും ചെയ്യുന്നുണ്ട്. അതിന് നടുവിലൊരു ലൈനുണ്ട്. ആ ലൈൻ പാലിക്കാൻ ആളുകൾ തയ്യാറാവുന്നില്ല. നമ്മൾ ഇത്രയും അപകടം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ ഇത്രയും പറയുമ്പോൾ, ഈ റോഡിൽ വണ്ടി ഓടിക്കുന്നവർ അല്ലെങ്കിൽ കേരളത്തിൽ ഏത് റോഡിലുള്ള വണ്ടി ഓടിക്കുന്നവരും ഇന്ന് മുതൽ ഒന്ന് ശ്രദ്ധിക്കൂ, ഒന്ന് കൺട്രോൾ ചെയ്യൂ. നമ്മൾ ഈ വേഗത കൊണ്ട്, ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇട്ടട്ടെ, ഞാൻ വളരെ ചെറുപ്പം മുതൽ നല്ല വേഗതയിൽ വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമില്ല. ജീവിച്ചിരിക്കുന്നല്ലോ എന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം അത്രയും നല്ല വേഗതയിൽ വണ്ടി ഓടിച്ച് അത് നന്നായില്ല. ഇപ്പം ഞാൻ ഒരു 80 കിലോമീറ്റർ കൂടുതൽ സ്പീഡിൽ വണ്ടി ഓടിക്കുന്നതോട് യോജിക്കുന്ന ആളല്ല. കാരണം കേരളത്തിൽ അതിൽ കൂടുതൽ പോകാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം. അതാണ് വണ്ടിയിലിരിക്കുന്നവർക്കും ഓടിക്കുന്നവർക്കും സമാധാനം, നാട്ടുകാർക്കും അതാണ് സമാധാനം. അതിൽ കൂടുതൽ വേഗത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനത് ഇപ്പോഴും എൻ്റെ ഡ്രൈവർമാരോട് പറയേണ്ടത്, 80-ൽ നിന്ന് അതിൽ കൂടുതൽ പോകേണ്ടാകൊണ്ടില്ല. കൂടുതൽ പോകാൻ പേടിയൊക്കെ ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുകൊണ്ടായിരിക്കത്തില്ല, ഇപ്പോൾ കുറച്ചുകൂടി ഒരു പക്വത വന്നുകൊണ്ടായിരിക്കും നമുക്കത് വേണ്ട എന്നുള്ളൊരു ചിന്ത. ഒരു കാര്യം ആലോചിക്കും, തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നവരാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ നിങ്ങളുടെ തന്നെ ചോദിക്കണം, ഈ പ്രേക്ഷകരും കേൾക്കുമ്പോൾ ചിന്തിക്കുക. ഒരു വാഹനം വളരെ അത്യധികമായ സ്പീഡിൽ വളരെ എല്ലാ വണ്ടികളെയും ഓവർടേക്ക് ചെയ്ത് വളരെ സ്ട്രെയിൻ എടുത്ത് പാഞ്ഞ് എറണാകുളത്ത് ചെന്നാൽ പരമാവധി 4 മണിക്കൂർ കൊണ്ട് ചെല്ലും. പക്ഷേ മര്യാദയ്ക്ക് സാവകാശം അതിൻ്റെ ഓർഡറിൽ ഓടിച്ച് പോയാൽ 4 മണിക്കൂറുണ്ട്. അരമണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ കൂടുതൽ ഒരു നേട്ടവും നമുക്ക് ഈ ഓട്ടം കൊണ്ട് കിട്ടില്ല. പക്ഷേ ഈ അരമണിക്കൂറെന്ന് പറയുന്നത് നേരത്തെ ഓടിയെത്താൻ ശ്രമിക്കുന്ന ആളിൻ്റെ ആരോഗ്യം, ബ്ലഡ് പ്രഷർ, അദ്ദേഹത്തിൻ്റെ വയറ്റിനുള്ള അസിഡിറ്റി, ഇതെല്ലാം വർദ്ധിക്കും. കാരണം വെപ്രാളം കൊണ്ട്. കാരണം ഭയങ്കര ഒരു സ്ട്രെയിൻഫുൾ ജോബാണ് ചെയ്യുന്നത്. എന്തിനാണ് ഈ അരമണിക്കൂറിന് വേണ്ടി മരണം വിളിച്ചു വരുന്നത്? നിങ്ങളുടെയും റോഡേ പോകുന്നവർ എപ്പോഴും മരിക്കുക. കാരണം അവരെയും കൺസിഡർ ചെയ്യണം, റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരെയും. പിന്നെ ഈ റോഡ് ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കണം. ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ പോകണം, ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കുക. ഓട്ടോറിക്ഷകളുണ്ട് നമ്മുടെ മുമ്പിൽ കൂടെ ഇങ്ങനെ പോകും. ഒരു ഉദാഹരണമാണ്, പെട്ടെന്ന് അങ്ങ് തിരിയാൻ ഇൻഡിക്കേറ്റർ ഇടത്തില്ല, ഒന്നും വേണം. ഇത് ഇന്ന് തുടങ്ങിയ സംസ്കാരമല്ല. എന്താ, ഡ്രൈവിങ്ങിനൊരു കൾച്ചർ ഇല്ലാത്തതുകൊണ്ടാണ്. ഡ്രൈവിങ് പഠിപ്പിച്ചവന് വിവരമില്ലാത്തതുകൊണ്ടും അവൻ അന്തസ്സായിട്ട് പറഞ്ഞു കൊടുക്കാത്തതാണ്. ഓട്ടോറിക്ഷ തിരിയുന്നതിന് മുമ്പ് തല പുറത്തേക്കിട്ട് അവിടുന്ന് വണ്ടി വരുന്നത് നോക്കിയിട്ട് തിരിഞ്ഞാൽ പോരെ. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്, ഇരുവശവും നോക്കുക. ചില ആളുകൾ നമ്മൾ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാണ്. വേണമെങ്കിൽ വേഗത്തിൽ വരുന്നൊരു വാഹനം മാറിപ്പോയിക്കോട്ടെ എന്ന ചിന്തയോടുകൂടി എത്രയോ ആളുകളെ നമുക്ക് കാണാം. നമ്മൾ തന്നെ കാറിൽ പോകുമ്പോൾ വെറുതെ ഒരു ഡാഷ് ക്യാം ഉണ്ടെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്യൂ. റോഡിൽ റെയിൽവേ ട്രാക്കിൽ നിന്ന് മൊബൈൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് മൊബൈൽ ഫോണിൽ സംസാരിച്ച് ട്രെയിൻ ഇടിച്ച് മരിക്കുന്നുണ്ട്. ഈ ട്രെയിൻ ഇടിച്ച് മരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞാൻ ട്രെയിൻ വരുന്ന സൗണ്ട് അവർ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഞാൻ റെയിൽവേ ട്രാക്കിനകത്തല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ അല്ല, അതിനോട് തൊട്ടടുത്തായിരിക്കും. അങ്ങനെ ട്രെയിൻ ഹിറ്റ് ചെയ്യുന്നത്, വന്നിടിക്കുന്നത്. ഈ മൊബൈൽ ഫോൺ സംസാരിച്ചുകൊണ്ടുള്ള റോഡ് ക്രോസിങ്, മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ മൊബൈൽ തിരികിയിട്ടുള്ള യാത്ര, പിന്നെ കഴുത്തിലിങ്ങനെ മൊബൈൽ വെച്ചിട്ടുള്ള യാത്ര, ഇതൊക്കെ വളരെ അപകടമാണ്. കാർ ഓടിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നത് തന്നെ വളരെ അപകടമാണെന്ന് പറയുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. ബൈക്ക് ചെവിയിൽ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് സംസാരിച്ചുകൊണ്ട്, അപ്പോൾ വേറെ ഒരു സ്ഥലത്തൂടെയാണ് പോകുന്നത്, ഹെൽമെറ്റ് വെച്ചിരിക്കുന്നു, ഒന്നും അറിയില്ല. അതിൻ്റെ കൂടെ സംസാരം, ചെവിക്കകത്ത് സംസാരം, വേറെ സബ്ജക്റ്റുകൾ സംസാരിക്കുകയാണ്. ആ സബ്ജക്റ്റുകൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും പോയി. നമ്മൾ വേറെ ഒരു ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകണം. ഒരു വാഹനത്തിലിരുന്ന് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോവുകയാണ്. അതിൻ്റെ സ്പീഡിനെ കുറിച്ചൊരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല. ഇവിടെ കൂടെ പോകുന്നു, പുറയിൽ ആര് വരുന്നു എന്നുള്ള ജഡ്ജ്മെൻ്റ് ഇല്ല. ഇതൊന്നും ഒരു ജഡ്ജ്മെൻ്റ് ഇല്ല. അങ്ങനെയാണ് ഭൂരിഭാഷ അപകടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളുടെ യാത്ര ചെയ്യുന്ന റോഡ് ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിരിപ്പ് ഇതിനകത്തൊരു 80% ഉണ്ട്. അത് വണ്ടി ഓടിക്കുന്നവരെ നാച്ചുറലി ഇതുപോലെ റോഡിന്റെ ഡിഫക്റ്റ്. ജാഗ്രത വേണം. ഉറക്കം വരികയാണെങ്കിൽ ഇതുപോലെ ലോങ് ഡ്രൈവ് ഒന്നും പോകാതിരിക്കുക. അതൊക്കെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. മിനിസ്റ്റർ, ഈ പനയംപാടത്തെ അപകടം കഴിഞ്ഞ ദിവസം ഉണ്ടായ 4 വിദ്യാർത്ഥിനികളുടെ അതിദാരുണമായ ഒരു മരണം സംഭവിച്ച്, അതിൽ റോഡിന്റെ അപാകത താങ്കൾ തന്നെ ഇന്നലെ മനസ്സിലാക്കിയതാണ്. ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിച്ച് ആ ഒരു അപാകതയൊക്കെ മനസ്സിലാക്കിയതാണ്. അവിടെ ഇനി എന്ത് മാറ്റമാണ്, റോഡിലെ അലൈൻമെന്റ് ഒക്കെ മാറ്റി എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത്? അതുപോലെ നിരവധി സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ
അങ്ങ് കൊട്ടാരക്കരയിൽ നിന്ന് സഞ്ചരിച്ച് വരുമ്പോൾ ഇപ്പോൾ കിളിമാനൂർ ജംഗ്ഷന് തൊട്ട് പാപ്പാല പണ്ട് മുൻ ചടയമംഗലം MLA പ്രയാർ ഗോപാലകൃഷ്ണൻ അപകടം പറ്റിയ ആ സ്ഥലം താങ്കൾക്കറിയാം. അത് കഴിഞ്ഞ് അങ്ങനെ പല ഇടങ്ങളുണ്ടല്ലോ, പല നമ്മുടെ MC റോഡിലും NH-ലും ഒക്കെ ഇങ്ങനെ അപകടമുണ്ടാകുന്ന ശാസ്ത്രീയമല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന വളവുകൾ, കർവുകൾ ഉണ്ടല്ലോ. അതൊക്കെ നമുക്ക് വീണ്ടും അലൈൻമെന്റ് വേഗത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമോ പ്രായോഗികമായി? അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റത്തില്ല, പക്ഷേ സ്പീഡ് കട്ട് ചെയ്യാനുള്ളതിന് കാര്യം വേറെ സ്ഥലമാണ്. ആയൂർ കഴിഞ്ഞ് വൈക്കലേക്ക് വരുമ്പോൾ ഒരു വളവുണ്ട്, അവിടെ സ്ഥിരമായി ഇടിച്ച് 4-5 പേര് മുമ്പ് മരിച്ചിട്ടുണ്ട് ഒരു ഒറ്റ ആക്സിഡൻറ്റിൽ തന്നെ. അവിടെ നമ്മൾ വണ്ടി ഓടിച്ചോണം എല്ലാ ദിവസവും എപ്പോഴും, ഞാനെപ്പോഴും പോകുന്നത് അവിടെ. ആ വളവിൽ റൈറ്റ് കയറി വരും, കോട്ടയം ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ റൈറ്റ് കയറി വരും. തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ നേരെ വരുന്നതുകൊണ്ട് അത്ര കുഴപ്പം വരില്ല, കാരണം ആ ഇറക്കം ഇറങ്ങി വരണം. വൈക്കൽ എത്തുന്നതിന് മുമ്പുള്ളൊരു വളവാണ്. ആ ആയൂർ കഴിഞ്ഞ് കണ്ണങ്കോട് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ, അവിടെ കമ്പങ്കോട് കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഒരു ഇറക്കമുണ്ട്. അത് ഇറങ്ങി വന്നു കഴിഞ്ഞൊരു വളവാണ്. ആ വളവിൽ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വലതുവശം കയറി ഇങ്ങനെ വരണം, ലൈനിൻ്റെ ഇപ്പുറം ക്രോസ് ചെയ്ത് വന്ന് ഇടിച്ചില്ലെങ്കിൽ ഭാഗ്യം എന്ന നിലയിലാണ് പലരും. അതും നല്ല സ്പീഡിലാണ് വരുന്നത്, കാരണം അതിനു മുമ്പ് വൈക്കൽ മുതൽ ഈ സ്പോട്ട് വരെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. ആ സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന അതേ സ്പീഡിൽ, അപ്പോൾ ആ സ്പീഡ് ബ്രേക്ക് ചെയ്താൽ മതി. അലൈൻമെൻറ്റ് മാറ്റാൻ, സ്ഥലമെടുക്കാനും മാറ്റാനും ഒക്കെ വലിയ പാടാണ്, അതിന് പണവും കിട്ടില്ല. അപ്പോൾ ചെയ്യാമെന്ന് വെച്ചാൽ അത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇപ്പോൾ റോഡ് പണിയുമ്പോൾ തന്നെ ആരും പുതിയ വഴി എടുത്തൊന്നും റോഡ് പണിയുന്നില്ല. പഴയ വഴികളെ ഒന്ന് 2 വശം വീതി കൂട്ടിയിട്ട് അങ്ങ് എടുത്താണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യാനാണ്, കാരണം ഈ ബമ്പല്ല സ്പീഡ് നോക്കിയാണ്. ഈ പാലക്കാട് കാര്യവും ഇതിനോടൊപ്പം ചോദിച്ചിരുന്നല്ലോ, അത് പാലക്കാട് ഒരു വല്ലാത്ത ഇറക്കമാണത്. ആ ഇറക്കം ഇറങ്ങി വരുമ്പോൾ ലൈൻ ശ്രദ്ധിച്ചായിരിക്കും ഡ്രൈവർ ഓടിച്ചു വരുന്നത്. അപ്പോൾ അത് ലൈൻ ശ്രദ്ധിച്ച് ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ താഴെ എത്തുമ്പോഴാണ് കാണുന്നത് ഇടതുവശത്ത് നിറച്ച് സ്ഥലമുണ്ട്. ഈ ലൈൻ ശ്രദ്ധിച്ച് ചേർന്ന് വലതുവശം കയറി വരുന്ന ആളിന് ഓപ്പോസിറ്റ് വരുന്ന പാലക്കാട് ഭാഗത്ത് വരുന്ന വണ്ടിക്കും ഒരൊറ്റ വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള ലൈൻ വിട്ടേ അവിടെയുള്ളൂ. അവിടെ പോയി നോക്കി അറിയാൻ വേണ്ടി. ഈ ഇറങ്ങി വരുന്ന വഴിക്ക് വന്നു കഴിയുമ്പോൾ അടുത്തെത്തി കഴിഞ്ഞു. അതാണ് അന്ന് സംഭവിച്ചത്. മുകളിൽ നിന്ന് ഇറങ്ങി വന്ന വണ്ടി താഴെ നിന്ന് പോവുകയായിരുന്ന സിമൻറ്റ് ലോറിയിലേക്ക് എൻ്റെ ബാക്ക് തട്ടി. അപ്പോൾ അടുത്ത് വന്നപ്പോൾ ഡ്രൈവർ ഇടത്തോട്ട് തിരിച്ചപ്പോൾ ബാക്ക് വന്ന് മറ്റേ വണ്ടി സിമൻറ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഇടിച്ചു. ഇടി കിട്ടിയതും അയാൾ ഒന്നും ആലോചിച്ചിട്ട് അയാൾ ലെഫ്റ്റിലേക്ക് വെട്ടി വീഴ്ച. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വണ്ടി ഓടിച്ച് വരുന്ന ആളെ കുഞ്ഞുങ്ങൾ റോഡിന് വെളിയിലാണ് നടന്നു പോകുന്നത്. കുഞ്ഞ് റോഡിൽ കൂടെ അല്ല പോകുന്നത്, കുഞ്ഞുങ്ങൾ റോഡിന് വെളിയിൽ മണ്ണിലൂടെയാണ് നടന്നു പോകുന്നത്. പക്ഷേ ഈ ഡ്രൈവർ പെട്ടെന്ന് വെട്ടിത്തിരിക്കുമ്പോൾ ഈ ഒരാൾ കണ്ടത് അപ്പോഴായിരിക്കും ഇയാൾ ഈ കുഞ്ഞുങ്ങളെ കണ്ടത്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. കാരണം വെച്ചാൽ ഇയാൾ കുഞ്ഞുങ്ങളുണ്ടെന്ന് അയാൾക്ക് അറിയാൻ പറ്റുന്ന ഇടിയുടെ ഇമ്പാക്റ്റിൽ ഇടി വന്ന് ഇങ്ങനെ പെട്ടെന്ന് ഒരു ഇടി കിട്ടിയപ്പോൾ പെട്ടെന്ന് അയാൾ വെട്ടി ഇടതുവശത്തേക്ക് ഒഴിച്ചിരിക്കും വണ്ടി. വഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മുടെ ഒരു കഷ്ടകാലം കൊണ്ട് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നേക്കും. അല്ലെങ്കിൽ ആ കുഴിയിലേക്ക് മറിയുള്ളൂ, വണ്ടി ആർക്കൊന്നും പറ്റില്ല. പക്ഷേ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഒരു അപകടം. കാരണം അവിടെ അതിന് സാധ്യതയുണ്ട്. കാരണം മുകളിൽ നിന്ന് വരുന്ന വണ്ടി റൈറ്റിലേക്ക് കയറി വരികയാണ്. ശരിക്കും അവിടെ ഒരുപാട് സ്ഥലമുണ്ട് ലെഫ്റ്റിൽ, അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നു നാഷണൽ ഹൈവേ പണിതെടുത്ത്. അപ്പോൾ അതൊരു അസൗകര്യമാണ്. പിന്നെ ഈ വെള്ളം മുകളിൽ നിന്ന് താഴേക്ക് റോഡിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ഇറങ്ങി വരുന്ന ആൾ പെട്ടെന്ന് ഒരു വണ്ടി ഇതുപോലെ കാണുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന ആൾ ബ്രേക്ക് ചവിട്ടിയാൽ അപ്പോഴേ സ്കിഡ് ചെയ്യും. അങ്ങനെ സ്കിഡ് ചെയ്യുന്ന ലോറി ഇടിക്കുന്നു. അവിടുത്തെ ഒരു അശാസ്ത്രീയമായ ഒരു വളവാണത്. ആ വളവിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി റൈറ്റ് അത് ഈ ഒരു 2 സൈഡും ഇടതുവശത്ത് പാലക്കാട് നിന്ന് വരുന്ന ഭാഗത്തേക്ക് കൂടുതൽ സ്ഥലം കൊടുക്കുകയും മുകളിൽ നിന്ന് തന്നെ ഇതിൻ്റെ സ്പീഡ് ബ്രേക്കർ വെച്ച് നല്ല സ്പീഡിൽ വരുന്ന ഒരാൾ എന്തുകൊണ്ടും സ്പീഡ് താനേ കുറഞ്ഞു പോകുന്ന തരത്തിൽ ധാരാളം ബ്രേക്കറുകൾ വെച്ച് വേഗത കുറച്ചുകൊണ്ട് വരികയും ലെഫ്റ്റിലോട്ട് കൂടുതൽ ചേർന്ന് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ചൊവ്വാഴ്ച അതിൻ്റെ ഉദ്യോഗസ്ഥരെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. അത് നാഷണൽ ഹൈവേയുടെ അടിയന്തര ഇതാണ് റെക്കമെൻഡേഷൻ. ഇത് നേരത്തെയുള്ള റെക്കമെൻഡേഷനാണ്, ഇപ്പം ഞാൻ പറഞ്ഞതല്ല. നേരത്തെ പഠനങ്ങളുണ്ടായിരുന്നു. ആ റെക്കമെൻഡേഷൻ നടത്താൻ നാഷണൽ ഹൈവേയോട് ആവശ്യപ്പെടും. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവരതിന് തയ്യാറായില്ലെങ്കിൽ കേരള ഗവൺമെൻറ് ഇക്കാര്യത്തിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് അടിയന്തരമായ നടപടി കേരള PWD വകുപ്പുകാരെ കൊണ്ട്, എഞ്ചിനീയർമാരെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും. ദൃശ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. താൽക്കാലികമായി നമ്മളിപ്പോൾ ഡിവൈഡർ വെച്ചിട്ടുണ്ട്. ആ ഡിവൈഡർ എന്നത് വലിയ വാഹനം വന്ന് തട്ടിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും മറിഞ്ഞു വീഴുന്നതാണ്. മറ്റേതെങ്കിലും വാഹനത്തിന് വീണ്ടും അപകടം ഉണ്ടാകാൻ സാധ്യത ഉള്ളതാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. എന്റെ ശാസ്ത്രീയത അങ്ങേക്കായിരിക്കും കുറച്ചുകൂടി എന്നെക്കാൾ കൂടുതലായി അറിയാം. സാധാരണ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാവുന്നത്. അതൊരു സ്ഥിരം ഡിവൈഡർ എന്ന നിലയിലേക്ക് വരേണ്ടേ? അല്ല, വേണം. ആ ഡിവൈഡർ വേണം. അത് കാരണം വിട്ടുപോയൊരു കാര്യമാണ്. കാരണം ആ ഡിവൈഡർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ നീളത്തിൽ മുകളിൽ തന്നെ ലെങ്ത്തിൽ ഇങ്ങനെ ഒരു വലിയ വിട്ടില്ലാതെ ലെങ്ത്തിൽ കോൺക്രീറ്റ് കൊണ്ട് ചെയ്ത് നമ്മൾ റോഡ് ഡിവൈഡ് ചെയ്യുന്നൊരു സംഭവം ഈ ജംഗ്ഷൻ കഴിയുന്നത് വരെ, ഈ ജംഗ്ഷൻ കഴിഞ്ഞ വളവ് നിവർന്ന് വരുന്നിടം വരെ അത് അത്യാവശ്യമാണ്. അത് പിന്നെ ജംഗ്ഷൻ്റെ വരുമ്പോൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കാം എന്നുള്ളതല്ലാതെ അവിടെ ഒരു ഡിവൈഡർ ഈ വെച്ച സാധനം പെർമനൻ്റായി അവിടെ വേണ്ടി വരും. ഈ സാധനമല്ല ഇപ്പോൾ വെച്ചിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള എളുപ്പം കൊണ്ടുവന്നതാണ്. അത് നമുക്ക് പിന്നെ
അതെപ്പോഴത്തേക്കും പറ്റില്ല, ഉടൻ മാറ്റും. കാരണം അത് മാറ്റിക്കൊണ്ടാണ് നമ്മൾ. അപ്പോൾ തൽക്കാലം അതൊരു പണി ചെയ്താൽ സമയമുണ്ടല്ലോ. ഇപ്പോൾ ഒരു പൈസ അനുവദിച്ചാലും ഇപ്പം പൈസ അനുവദിക്കാതെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു ടെക്നിക്ക് ഞാൻ ജനങ്ങളോടും മീഡിയയോടും പറഞ്ഞുതരാം. നാഷണൽ ഹൈവേ അതോറിറ്റി പണിതുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഊരാലിങ്കലാണ് അതിൻ്റെ കോൺട്രാക്ടർ. അപ്പോൾ അവരെയും കൂടി വിളിച്ചിട്ടുണ്ട്. അവരെയും കൂടി വിളിച്ചിട്ട് അവർ ഈ ഒരു വർക്ക് അവാർഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വലിയ ചിലവില്ലാതെ ചെയ്യാവുന്നൊരു വർക്കാണ്. പരമാവധി ഒരു 1 കോടി 2 കോടി രൂപയ്ക്കകത്ത് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ വിശാലമായി 50 കോടിയുടെ പരിപാടിയായിട്ട് പോയാൽ നടക്കത്തില്ല. പക്ഷേ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് ഹൈവേ റോഡ് കംപ്ലീറ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിൽ ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് ഈ ഒരു സേഫ്റ്റി വർക്ക് ചെയ്യാൻ പറ്റും. അവർക്കതിന് കഴിയില്ല എന്നവർ ഉറപ്പിച്ച് പറഞ്ഞാൽ അവർക്ക് പണം കൊടുക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് കഴിയും. പക്ഷേ അത് വേറൊരു കോൺട്രാക്ടറെ കൊണ്ട് വെച്ച് പണിയുന്നതിനേക്കാൾ നല്ല ഈ പണിതുകൊണ്ടിരിക്കുന്ന കോൺട്രാക്ടറെ കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ നാഷണൽ ഹൈവേയിൽ അങ്കമാലി ഈ ഭാഗങ്ങളിലെല്ലാം വർക്കുകൾ ഇപ്പം ഞങ്ങൾ പണം കൊടുത്തു. പറവൂർ കവല ട്രാഫിക് ജാം ഒഴിവാക്കാൻ വേണ്ടി പറവൂർ കവലയ്ക്ക് 48 ലക്ഷം രൂപ റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നമ്മൾ കൊടുത്തു. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു. അപ്പോൾ അത് വരുമ്പോൾ എന്താ വെച്ചാൽ കുരുക്കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പറവൂർ കവലയിൽ അങ്ങനെ ആവശ്യമുള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ നമ്മൾ പണം കൊടുക്കും. അവർ ചെയ്യുന്നുണ്ട്. ഞാനത് എനിക്ക് എൻ്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ നമ്മൾ പണം കൊടുക്കാമെന്ന് പറയാതെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ചെയ്യുന്നുണ്ട്. അത് ജനങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ആശങ്ക വേണ്ട. ഈ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞ വാക്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഞാനിപ്പോൾ വെറുതെ പറയണേ അവിടെ അപകടമുള്ള എല്ലാ സ്ഥലവും അറിയിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ സർക്കാർ ഖജനാവി പണം തികയില്ല. കാരണം ഒരുപാട് അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും നടു റോഡിൽ ബമ്പ് വെച്ചേക്കാൻ പറയും. അതൊന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം വളരെ ശാസ്ത്രീയമാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അത് ഇതിനേക്കാളും വലിയ അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് ആശങ്ക വേണ്ട. നമ്മൾ എല്ലാവരും ഒത്തു നിൽക്കണം. ഒരു സാഹചര്യത്തിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ. അതോടൊപ്പം ചേർത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ റോഡിലെ വണ്ടിയുമായി ഇറങ്ങുന്നവർ, ലൈസൻസ് ഉള്ളവർ തന്നെ പലപ്പോഴും വാഹനം ഓടിക്കുന്നത് കണ്ടാൽ കൃത്യമായ ഒരു വിദ്യാഭ്യാസം നേടിയിട്ടാണോ ഇവർ ഇറങ്ങുന്നത് എന്ന് നമുക്ക് തോന്നി. നേരത്തെ അതേക്കുറിച്ച് സൂചിപ്പിച്ചത് ഇപ്പം നിലവിൽ അതിനകത്തൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. നിലവിൽ ലൈസൻസ് ഉള്ള ആളുകൾ അവർക്കൊരു കൃത്യമായ ഇടവേളയിൽ ക്ലാസ്സോ, ഒരു ദിവസത്തെ ക്ലാസ്, ഒരു ദിവസത്തെ പരിശീലനം, അങ്ങനെ എന്തെങ്കിലും കാലാനുസൃതമായി മാറ്റങ്ങളും റോഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ചൊരു അവബോധവും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ പെറ്റിയടിക്കുന്ന ആളുകൾക്കാണ് ഒരു ദിവസത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ക്ലാസ് ഒക്കെ അതൊരു ശിക്ഷണ നടപടിയുടെ ഭാഗമായി നടത്താറ്. അങ്ങനെ എന്തെങ്കിലും നമുക്ക് നടപ്പാക്കാൻ കഴിയുമോ? അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരില്ലേ? വേണ്ടി വരും. അതിനാണ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ജില്ലകളിലും ഒരു സെൻറ്റർ, അതിന് 1 കോടി രൂപ സെൻട്രൽ ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ KSRTC തുടങ്ങുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ കേന്ദ്രീകരിച്ചും നമുക്ക് നടത്താവുന്നതാണ്. കാരണം എനിക്ക് എൻ്റെ ഡ്രൈവിംഗ് അത്ര നന്നല്ല എന്ന് തോന്നിയാൽ എനിക്കൊരു ചെറിയ ഫീസ് അടച്ചുകൊണ്ട് സ്വയമേവ വന്ന് ചെയ്യാനും, അതോടൊപ്പം ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുക, നമ്മൾ പറയാം ലൈസൻസ് സസ്പെൻഡ് ചെയ്തു എന്ന് പറയും. പല അപകടങ്ങളും ഇപ്പോൾ ചെയ്യാറുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പുനഃസ്ഥാപിക്കണമെങ്കിൽ കഴിഞ്ഞ 6 മാസമായി നമ്മളെ തീരുമാനം, പുനഃസ്ഥാപിക്കണമെങ്കിൽ IDTR, എടപ്പാളിലുള്ള IDTR എന്ന സ്ഥാപനം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ളതാണ്. ആ സ്ഥാപനത്തിൽ 5 ദിവസം താമസിച്ച് 5000 രൂപയാണ് ഫീസ്. 5 ദിവസം താമസിക്കണം. അല്ലെങ്കിൽ IDTRൻ്റെ ഉപസ്ഥാപനങ്ങളുണ്ട്, എറണാകുളത്തുണ്ട്, ഇനിയും പത്തനാപുരം ഗാന്ധി ഭവനോടൊക്കെയുള്ള സബ് സെൻറ്ററുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അവിടെ സേവന പ്രവർത്തനങ്ങളോടൊപ്പം മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളും വണ്ടി ഓടിക്കുന്നതിൻ്റെ ബേസിക്കായിട്ടുള്ള കാരണങ്ങളും പഠിപ്പിക്കുന്ന, ഈ ലൈൻ ട്രാഫിക് അടക്കം പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സുകൾ ആണ് അവിടെ. ആ ക്ലാസ്സിൽ 5 ദിവസം പങ്കെടുക്കാതെ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയില്ല. അത് ഈ ഫൈൻ അടിക്കുക എന്ന് പറഞ്ഞാൽ 5000 രൂപ ഫൈൻ അടിച്ചു, അത് എവിടെന്നെങ്കിലും മറിച്ചുകൊണ്ടൊന്ന് അടച്ചിട്ടങ്ങ് പോകും. അതിന് പകരം 5000 രൂപ ഫൈൻ അടച്ചാൽ അത് അടയ്ക്കണം, അത് വേറെ കാര്യം. അത് കൂടാതെ IDTRലോ അല്ലെങ്കിൽ അതിൻ്റെ സബ് സെൻറ്ററുകളിലോ പോയി 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലനത്തിൽ പങ്കെടുക്കണം. അവിടെ മദ്യപിക്കാൻ പറ്റില്ല, സിഗരറ്റ് വലിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് ഫുഡുണ്ട്, അതെല്ലാം കഴിക്കാം. ആഹാരവും ചേർത്താണ്, അക്കോമഡേഷനും ഫുഡും ചേർത്താണ് 5000 റുപ്പീസ് ചാർജ് ചെയ്യുന്നത്. അവിടെ പോയി 5 ദിവസം നിന്ന് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ബന്ധപ്പെട്ട RTO അല്ലെങ്കിൽ ജോയിൻ്റ് RTO ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ഇനി ലൈസൻസ് പുനഃസ്ഥാപിച്ചു കൊടുക്കത്തുള്ളൂ. അത് മദ്യപിച്ച് വണ്ടി ഓടിച്ച് പോയാലും, ആളെ ഇടിച്ചു വന്ന് പോയാലും, ഇടിക്കാൻ പോയിട്ട് സംഭവിച്ചാലും, എവിടെ സംഭവിച്ചാലും എല്ലാ RTO ഓഫീസുകളിൽ നിന്നും പ്രധാനപ്പെട്ട ഈ ഓഫൻസ് ചെയ്യുന്ന 40-50 പേരെ വരെ ഒരാഴ്ചയിൽ, ഞാൻ എല്ലാ ബുധനാഴ്ചയും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ, MVD RTOമാരോടും ജോയിൻ്റ് RTOമാരോടും ഓൺലൈനിൽ ഞാനൊരു മീറ്റിംഗ് കൂടാറുണ്ട് നേരിട്ട്. അതിലിത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇവിടുന്ന് എത്ര പേരെ IDTRൽ ട്രെയിനിങ്ങിന് അയച്ചു, എത്ര സസ്പെൻഡ് ചെയ്തു. അത് ഇനി ഒരു ഉദ്യോഗസ്ഥനും ഈ ട്രെയിനിങ് കഴിയാതെ ഇത് പുനഃസ്ഥാപിക്കാൻ പാടില്ല. വളരെ കർശനമായ ഒരു ഇടപെടലാണ് ഉണ്ടാകാൻ പോകുന്നത്. എപ്പോൾ മുതലായിരിക്കും ഈ തീരുമാനം നടപ്പാക്കുക? ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ 5 ദിവസത്തെ നിർബന്ധിത ക്ലാസും അവരെ അച്ചടക്കം പഠിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം എപ്പോൾ മുതലാണ് അത് നടപ്പിലേക്ക് വരിക? അത് വന്നു കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും അങ്ങനെ ഒരാഴ്ചയിൽ ഒരു 50-60 പേരെങ്കിലും IDTRൽ ഞങ്ങൾക്ക് സ്ലോട്ട് കൊടുക്കാൻ കഴിയാത്ത വിധത്തിൽ
പണിഷ്മെൻറ്റ് വന്നിട്ടുണ്ട്. എല്ലാ RTO ഓഫീസും ചെയ്യുന്നുണ്ട്. 6 മാസമായി ഇത് തുടങ്ങി കഴിഞ്ഞു. ഞാൻ ഈ ഫൈൻ അടിക്കുന്നതിന് മുമ്പിൽ എനിക്ക് തോന്നിയൊരു ആശയമാണ്, ഈ ഫൈൻ കൊണ്ട് മാത്രം തീരില്ല. ആ ഫൈൻ കൊണ്ട് ബോധവൽക്കരണം ഉണ്ടാവില്ല, ട്രാഫിക് ബോധവൽക്കരണം ഉണ്ടാവില്ല. അതിന് 5 ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടണമെങ്കിൽ ഇത് മസ്റ്റാണ്. ഇത് വാങ്ങാതെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കർശനമായ നടപടി വരും. 6 മാസത്തിലധികമായി ഇത് ഇങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഇന്ത്യയിൽ കേരളത്തിൽ അങ്ങനെയാണ് നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെപ്പറ്റി എനിക്കറിയത്തില്ല. കേരളത്തിൽ ഇത് വളരെ സ്ട്രിക്റ്റാണ്. ഇതില്ലാതെ ഒരു ഉദ്യോഗസ്ഥൻ പുനഃസ്ഥാപിച്ചാൽ നിങ്ങൾക്കെല്ലാം ശ്രദ്ധിക്കാം, ആ ഉദ്യോഗസ്ഥനെ കർശനമായ നടപടിക്ക് വിധേയനാക്കും. ശരി, മിനിസ്റ്റർ, ഇന്ന് നമ്മളോട് പ്രതികരിച്ച ഒരു KSRTC ഡ്രൈവർ പറഞ്ഞത് സാധാരണ ലോങ് റൂട്ട് രാത്രികാലങ്ങളിലൊക്കെ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾക്ക്, പ്രൈവറ്റ് ബസ്സോ മറ്റു വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും നിർത്തി ഒന്ന് കാപ്പി കുടിക്കാനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ KSRTC ഡ്രൈവർമാർക്ക് അങ്ങനെ ഒരു സംഭവം അത് നടപ്പാക്കുന്നില്ല. അവർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം പോലും പലപ്പോഴും കിട്ടാറില്ല എന്ന് പറയുന്നുണ്ട്. ഇതിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതൊക്കെ അദ്ദേഹം നെഗറ്റീവായിട്ട് പറയുന്നതാണ്. എവിടെ വേണമെങ്കിലും ഒരു KSRTC ബസ് ചായ കുടിക്കാനോ മൂത്രം ഒഴിക്കാനോ നിർത്തിയെന്ന് പറഞ്ഞ് കേരളത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടോ നിങ്ങളൊന്ന് അന്വേഷിക്കും, ഒരു നടപടി എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും. വെറുതെ പറയുന്നില്ലേ, അവർക്ക് നിർത്താം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നല്ല നല്ല ഹോട്ടൽസിലേക്ക് രാത്രിയും പകലും, രാത്രി 12 മണി വരെ വേ സൈഡുള്ള ഹോട്ടലുകൾ നമ്മൾ അക്രഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും ഡ്രൈവർക്ക് നിർത്താം. അദ്ദേഹം ചായ കുടിക്കാൻ നിർത്തിയെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പിരിച്ചുവിടും. അതൊക്കെ ഈ നമ്മളിങ്ങനെ ഒരു വാർത്ത വരുന്ന സമയത്ത് താനിരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒരു KSRTC ഉദ്യോഗസ്ഥനെയെങ്കിലും ഇത്തരം ഒരു ചായ കുടിക്കാനോ അദ്ദേഹത്തിൻ്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനോ നിർത്തിയതിൻ്റെ പേര് നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ എൻ്റെ അടുത്ത് വരൂ, ഞാൻ പരിഹരിക്കാം. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. എവിടെ വേണം, ഞാൻ യാത്രക്കാർ പോലും പോകുമ്പോൾ ഇത്തരം യൂറിനേറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളും പ്രാഥമിക ആവശ്യങ്ങൾക്ക് അത്യാവശ്യം ഉടൻ നിർത്തി കൊടുക്കണമെന്നാണ് നിർദ്ദേശം. നിർത്താതിരുന്നാൽ നടപടിയാണ്. അവർ നിർത്തണം, ചായ കുടിക്കണം. അതിന് നമ്മൾ പകൽ പോലും ഒരാൾ പറയണം, എനിക്കൊരു ലേഡി അല്ലെങ്കിൽ ഒരു പുരുഷനെ യാത്ര ചെയ്യുന്നത്, എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകണം, ഒന്ന് നിർത്തുമെന്ന് പറഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അക്രഡിറ്റ് ചെയ്ത് ഏത് ഹോട്ടലിലും നിർത്തി കൊടുക്കാം. അവിടുന്ന് ആരും ആഹാരം കഴിക്കണം നിർബന്ധമൊന്നുമില്ല, അവിടുത്തെ ടോയ്ലറ്റ് ഉപയോഗിക്കാം. അങ്ങനെയാണ് നമ്മളും ഈ ഹോട്ടൽസും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. അവിടുന്ന് ആഹാരമൊന്നും കഴിക്കണമെന്നില്ല, ഇവിടെ വേണമെന്നില്ല. അത് ആ ഓടിക്കുന്ന ഡ്രൈവറുടെയും കണ്ടക്ടറുടെയൊക്കെ ഒരു മാന്യമായ മനസാന്നിധ്യമാണ്. ഒരാൾ വാഹനത്തിൽ യാത്ര ചെയ്യുന്നു, പെട്ടെന്ന് ഒരു വയറ്റിനൊരു വേദന ഉണ്ടായി, ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞാൽ നിർത്തി കൊടുക്കാതിരിക്കുന്നത് ദുഷ്ടനായ ഒരാളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിന് KSRTC മാനേജ്മെൻറ്റ് പങ്കില്ല. ഒരു ഡ്രൈവറോടും നിർത്തരുന്നോ ചായ കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ആവശ്യത്തിന് റെസ്റ്റ് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും എയർ കണ്ടീഷൻ, പാലക്കാട് ഇന്നലെ ഉദ്ഘാടനം ചെയ്ത് എയർ കണ്ടീഷൻ റൂമിലാണ് ഇവർ കിടന്നുറങ്ങുന്നത് രാത്രി. ഇവിടെ കരുനാഗപ്പള്ളിയിൽ ഉണ്ടാക്കി, ഞാൻ തന്നെയാണ് ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ സ്വന്തം പണത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഞാൻ പൈസ കയ്യിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് വിശ്രമ മുറിയിൽ എയർ കണ്ടീഷൻ ചെയ്ത് കൊടുത്തു. മാതൃകാപരമായി തുടക്കം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് 68 ലക്ഷം രൂപ ചിലവാക്കി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പാപ്പനംകോടിൽ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ, ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും സുഖമായി കിടന്നുറങ്ങി എഴുന്നേക്കാൻ എയർ കണ്ടീഷൻ മുറി കൊടുക്കുകയാണ്. കാരണം നന്നായി ഉറങ്ങണം. ഏതൊരു യാത്രക്കാരനും, ബസ് ഡ്രൈവർ മാത്രമല്ല, ബസ് ലോറി ഡ്രൈവറാണെങ്കിലും നന്നായി ഉറങ്ങണം. ഉറങ്ങി എഴുന്നേറ്റ് വേണം വണ്ടി ഓടിക്കാൻ. രാത്രി ഉറക്കം വന്നാൽ വണ്ടി ഒതുക്കിയിട്ട് സുഖമായി വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങിയതിന് ശേഷം പതുക്കെ പോയാൽ മതി. റോഡിൽ നിന്ന് ഒതുക്കിയിട്ടിട്ട് ഉറങ്ങണം, അല്ല റോഡിൻ്റെ സൈഡിൽ നടുക്കയറ്റിയിട്ടിട്ട് കിടന്ന് ഉറങ്ങരുത്. അപ്പോൾ വേറെ വണ്ടികളൊന്നും അതിനകത്ത് ഇടിച്ച് കയറും, അടുത്ത അപകടം. റോഡിൽ നിന്ന് ഒതുക്കിയിട്ടതിന് ശേഷം ഉറങ്ങുക. അതുപോലെ ഈ ലോഡ് കൊണ്ടുപോകുന്ന ലോറികളുടെ എല്ലാം സ്പീഡ് ഗവർണർ സ്ഥാപിച്ചു കൊള്ളുക. ഇപ്പോൾ സ്പീഡ് ഗവർണർ ഇളക്കി കഴിഞ്ഞാൽ വണ്ടി പിടിച്ചിടുകയാണ്. 40 ടൺ പാറയായിട്ട് വരുന്ന വണ്ടിയായാലും പിടിച്ച് സൈഡിലിടും. ടാറിട്ട റോഡിൽ നിന്ന് 10 മീറ്റർ മാറ്റി പാർക്ക് ചെയ്യും. പൂട്ടിയിട്ടതിന് ശേഷം ആ സ്പീഡ് ഗവർണർ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കാതെ ഫൈനും അടച്ചതിന് ശേഷം മാത്രമേ വണ്ടി വിട്ടുകൊടുക്കത്തുള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ 6 മാസമായി ഞങ്ങൾ വളരെ സ്ട്രിക്റ്റാണ്. ഇത് ലംഘിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവും. പിടിക്കാൻ പറ്റുള്ളൂ. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ റോഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ റോഡ് പണി നടക്കുന്ന ഒരിടം, അവിടെ ഈ സൈഡിൽ ടാർ കുഴയ്ക്കുന്ന മെഷീൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ രാത്രി വണ്ടി ഓടിച്ചു പോകുമ്പോൾ റോഡിൻ്റെ ടാറിട്ട ഭാഗത്തിനോട് ചേർന്നാണ് പലപ്പോഴും കാണുന്നത്. അത് നമ്മുടെ തിരുവനന്തപുരത്തടക്കം നിരവധി സ്ഥലങ്ങളിൽ അങ്ങനെ കാണാം. ഇപ്പോൾ തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി ഭാഗമായി നിരവധി ഇടങ്ങളിൽ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. പലയിടത്തും പകുതി കഴിഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഈ മാൻഹോളുകൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങേക്ക് തന്നെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വഞ്ചിയൂർ കോടതിയിലേക്ക് പോകുന്ന റോഡൊന്ന് എടുത്ത് നോക്കിയാൽ ഒരു 10-20 മാൻഹോളാണ് ഒരു 200 മീറ്റർ സ്ട്രെച്ചിൽ റോഡിന് മുകളിൽ നിൽക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. അപ്പോൾ ഈ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പ്രാഥമികമായി പോലും ഇല്ലാതെ പലയിടത്തും ഈ റോഡ് വർക്ക് നടക്കുമ്പോൾ അക്കാര്യങ്ങളിൽ കൂടി കുറെ കൂടി കാര്യക്ഷമമായി ഒന്ന് ഗതാഗത വകുപ്പിന് ഇടപെടാനുള്ള റോളില്ലേ? അങ്ങനെ ഇടപെടാൻ കഴിയില്ലേ? തീർച്ചയായും പറ്റും. അവർക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഫൈൻ ചെയ്യാനുള്ള വകുപ്പില്ല, പക്ഷേ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും കർശനമായി നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവർ, ഇപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമുക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റും, PWDക്ക് നോട്ടീസ് കൊടുക്കാൻ പറ്റും. അവർ കർശനമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പം പല സ്ഥലത്തും ഇലക്ട്രിക് ലൈനുകൾ താഴ്ന്നു കിടക്കുകയാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് നമ്മൾ പോകുമ്പോൾ
ബസ് ലോറിയുടെ മേളിൽ തട്ടത്തക്ക രീതിയിൽ ബസ്സിൻ്റെ മേളിൽ തട്ടത്തക്ക രീതിയിൽ 48 സ്ഥലങ്ങളിലാണ് ലൈൻ താന്ന് കിടക്കുന്നതായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അത് മുഴുവൻ ഉയർത്തി തരണം എന്ന് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇലക്ട്രിസിറ്റി ബോർഡിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലൈൻ ഇങ്ങനെ താന്ന് കിടക്കുകയാണ്, വളരെ ഡേഞ്ചറസ് ആണ്. അത് ബസ്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ലോറിയുടെ പുറത്തോ ലോഡുമായിട്ട് പോകുന്ന ലോറിയുടെ പുറത്തോ തട്ടി പൊട്ടാനും അത് തീ പിടിക്കാനും അല്ലെങ്കിൽ അത് തറയിൽ വീണ് മറ്റുള്ളവർക്ക് ഷോക്ക് അടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉയർത്തി തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുക്കാൻ നിർദ്ദേശിച്ചത്. ഒരു പ്രത്യേക സ്ഥലമാണ് തേവരയ്ക്കും പോട്ട് കൊച്ചിനും ഇടയ്ക്കാണ്. ഒരു കണക്ക് ചുമ്മാ എടുത്ത് നോക്കിയതാണ്. 41 ഡബിൾ ഡെക്കർ അതുവഴി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയപ്പോൾ 48 സ്ഥലങ്ങളിൽ ലൈൻ താന്ന് കിടക്കുകയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞത് ശരിയാണ്. വഞ്ചൂരിൽ നിന്ന് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് വഞ്ചൂരേക്ക് പോകുന്ന ഭാഗത്ത് എനിക്കിത് മനസ്സിലാവാത്തത്, ഇത് ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഇനി ആ റോഡ് ഉയരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ അല്ലാതിരിക്കാൻ സാധ്യതയില്ല. കാരണം ഉയരാതിരുന്നാൽ വലിയ അപകടമാണ്. കാരണം അതൊരു ഓരോ സ്ഥലത്തും ഞാൻ കണ്ടു ഒരടിയോളം റോഡിൽ നിന്ന് പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ മറ്റ് റോഡ് ടാർ ചെയ്ത് ചിലപ്പോൾ ആ ലെവലിലേക്ക് കൊണ്ടുവരുമെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലാനിങ് കോർഡിനേഷൻ്റെ കുറവില്ലേ അവിടെ? ഈ വാട്ടർ അതോറിറ്റി കുഴിച്ച പൈപ്പിടലും മാൻഹോളും നിലവിലുള്ള റോഡിൻ്റെ ഹൈറ്റും തമ്മിൽ ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ട്. കാരണം റോഡ് പണിയുന്നത് PWD അല്ലെങ്കിൽ വേറെ കോർപ്പറേഷൻ്റെ ഏജൻസി വല്ലതായിരിക്കും. ഇത് പണിയുന്നത് വാട്ടർ അതോറിറ്റിയുടെ മാൻഹോൾ പണിത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു കോർഡിനേഷൻ്റെ കുറവുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മൾ മൊത്തത്തിൽ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ എവിടെയും കാണുന്ന, നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണുന്ന ഒരു പ്രതിഭാസമാണ്. അതിലൊക്കെ നമ്മൾ ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു. ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും കാണാം. ഇത്തരത്തിലുള്ള കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള കാര്യങ്ങൾ ഉയർന്നു നിർത്തി റോഡ് മുന്നോട്ട് പോകാൻ അനുവദിക്കുമെന്ന് ഭയം വേണ്ട. അത് നമ്മൾ ഇടപെടും. പക്ഷേ ഉയർന്നു നിൽക്കുമെന്ന് എനിക്ക് തോന്നില്ല. പണി തീരുമ്പോഴത്തേക്കും അത് ശരിയാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പണി പകുതിയായിട്ട് അത്തരം അപകടങ്ങൾ ഒഴിവാക്കണം. അതുപോലെ കുഴിയൊക്കെ കുഴിക്കുന്നിടത്ത് ബോർഡൊന്നും വയ്ക്കില്ല. കുഴിയൊക്കെ കുഴിച്ചിട്ടേക്കുന്നത് അത് പലരും ബൈക്കിൽ വന്ന് വീണ് മരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ എന്നും, ഞാൻ ദൗർഭാഗ്യം എന്നിട്ടൊരു മന്ത്രി എന്നുള്ള നിലയല്ല, ഒരു പൗരൻ നില വരെ നമ്മളിതെല്ലാം ഈ വക സംഭവങ്ങൾ നടക്കുമ്പോൾ ദീർഘമായ ചർച്ചകൾ നടത്താറുണ്ട്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഈ പാലക്കാട്ടെ ഒരു വിഷയം, അതുപോലെ തന്നെ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ വന്നത് മുണ്ടൂർ ജംഗ്ഷനിലാണ്. അവിടെ ഒരു ഹൈവേയും ഈ പറയുന്ന വരുന്ന കോഴിക്കോട് ഹൈവേയും KSTPയുടെ റോഡും കൂടെ ഒന്നിക്കുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ അപകടത്തിനുള്ള വലിയ സാധ്യതയുണ്ടെന്ന് അവർ ശ്രദ്ധയിൽപ്പെടുത്തി. ആ വിഷയവും മറ്റന്നാൾ നടക്കുന്ന മീറ്റിങ്ങിൽ ചർച്ച ചെയ്യും. എല്ലാം കൂടി ഏറ്റെടുക്കാൻ പറ്റില്ല, ഞാൻ ഉള്ള സത്യം പറയാമല്ലോ. ഇപ്പോൾ ശരി, എന്തായാലും കുറച്ചധികം സമയം നമ്മളോടൊപ്പം സംസാരിച്ചു. നമുക്കിപ്പോൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയം എത്തിയിരിക്കുകയാണ്. വളരെ നന്ദി ശ്രീ KB ഗണേഷ് കുമാർ. വലിയ നിർദ്ദേശങ്ങൾ, പലവിധ നിർദ്ദേശങ്ങൾ, മനസ്സിലുള്ള ആശയമൊക്കെ അങ്ങ് പങ്കുവച്ചു. അക്കാര്യത്തിൽ ഒരു കോർഡിനേഷന്റെ കുറവുണ്ട് എന്നങ്ങ് തന്നെ സമ്മതിക്കുകയും ചെയ്ത് പറയൂ. ഒരു കാര്യം കൂടി പറയാനുള്ളത്, മാതൃഭൂമിയുടെ എന്നെ അറിയിച്ച ഒരു കാര്യമുണ്ട്. രാവിലെ ഞാൻ അഭ്യർത്ഥിച്ചൊരു കാര്യമുണ്ട്. സെലിബ്രിറ്റികളെ ഒന്നും വേണ്ട, സാധാരണക്കാരായ ആളുകളിൽ നിന്നും അവരെ കൊണ്ട് ഒരു റോഡ് സേഫ്റ്റി മെസ്സേജ്, ചെറിയ മെസ്സേജുകൾ മാതൃഭൂമി കാണിക്കാമെന്ന് പറഞ്ഞതായിട്ട് എന്നെ അറിയിച്ചു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റു മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഇക്കാര്യത്തേക്ക് രംഗത്ത് വരണം. അവനവർ നമ്മൾ എന്ത് തരം വാർത്തകളാണ് കൊടുക്കുന്നെങ്കിലും നമ്മളതിനിടയിൽ ഏതെങ്കിലും ഒരു സാധനം, നമ്മളൊരു സെലിബ്രിറ്റിയൊക്കെ സംഘടിച്ച് കൊണ്ടുവന്ന് റോഡ് സേഫ്റ്റി മെസ്സേജൊക്കെ കൊടുക്കാൻ ഒക്കെ വലിയ പാടാണ്. അതിൻ്റെയൊന്നും ആവശ്യം ഇപ്പോഴില്ല. കാരണം ജനങ്ങൾ, സാധാരണക്കാർ പറയുന്ന കാര്യം കാതോർക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. ഇപ്പോൾ തന്നെ ആ വീഡിയോ തയ്യാറാണ്. ഞങ്ങൾ ഇന്ന് തന്നെ ആ വീഡിയോകൾ സംപ്രേഷണം ചെയ്തു തുടങ്ങും. തീർച്ചയായിട്ടും അത് ചെയ്തു തരണം എന്ന് അഭ്യർത്ഥിക്കാം. നന്ദി. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി.